കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരി ഓം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യ കഥകളെയാണ് നമ്മൾ കേൾക്കുന്നത്. 4-ാം അധ്യായത്തിൽ ഭാഗവത മാഹാത്മ്യ ശ്രവണം കൊണ്ടും ഭക്തിദേവിയുടെ സാന്നിധ്യം കൊണ്ടും ശ്രോതാക്കളുടെ മനസ്സിലെല്ലാം ഭക്തിഭാവം നല്ലവണ്ണം ഉദ്ദീപിച്ചു. ഭക്തിഭാവത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടായപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ അവരുടെ എല്ലാം മനസ്സിൽ നന്നായി പ്രകാശിക്കാൻ തുടങ്ങി. ഭഗവത് സാന്നിധ്യമുണ്ടായപ്പോൾ അവരൊക്കെ അലൗകികമായ ഈശ്വര അനുഭവത്തിൽ മുഴുകി ആനന്ദമഗ്നരാകുകയും ഗൃഹകുടുംബാദികളെയും ശരീരത്തെയും മറന്ന് കീർത്തനങ്ങളെ ആലപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈകുണ്ഠവാസികളായ ഉദ്ധവൻ തുടങ്ങിയ ഭക്തശിരോമണികൾ കൂടി അവിടെ വന്നു ചേർന്നു. അതോടെ ആ സദസ്സിൽ ഹരിഭക്തിയുടെ വലിയ പ്രവാഹം തന്നെ ഉണ്ടായി. സർവ്വജനങ്ങൾക്കും രോമാഞ്ചവും ആനന്ദബാഷ്പവും ഉണ്ടായി. സദസ്സിൻ്റെ ഈ ഭാവവിശേഷത്തെ കണ്ട നാരദ മഹർഷി ആശ്ചര്യഭരിതനായി. മൂഢന്മാരും ഖലന്മാരും തിര്യക്കുകൾ കൂടിയും സപ്താഹശ്രവണം കൊണ്ട് പരിശുദ്ധന്മാരായി തീരുകയും വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. എവിടെയാണോ ഭാഗവതം ദിവസവും പാരായണം ചെയ്യുന്നത് അവിടെയുള്ള ചെടികൾക്ക് കൂടി സസ്യജാലങ്ങൾക്ക് കൂടി അതിൻ്റെ ആ ഒരു പ്രഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതൊരു ഗൃഹത്തിലാണോ ദിവസവും ഭാഗവതം കുറച്ച് പാരായണം ചെയ്യുന്നത് അവിടെ ആ ഗൃഹത്തിൻ്റെ അന്തരീക്ഷം വളരെ പരിശുദ്ധമായി തീരും. ആ ഗൃഹത്തിലെ പൂർവികരായി മരിച്ചുപോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ മരിച്ചുപോയതായിട്ടുള്ള ജീവന്മാർക്ക് കൂടി പുണ്യം കിട്ടുന്നതാണ്. നമ്മുടെ പൂർവികന്മാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശ്രാദ്ധക്രിയാദി കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ കുറച്ച് ഒരു 10 ശ്ലോകമെങ്കിലും ഒരധ്യായമെങ്കിലും ഭാഗവതം ദിവസവും പാരായണം ചെയ്യാൻ സാധിച്ചാൽ തെറ്റുകൾ വരാം. വായിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോഴൊക്കെ അക്ഷരത്തെറ്റുകളോ അബദ്ധങ്ങളോ ഒക്കെ വരാം. നമുക്ക് വലിയ ആലാപന ശുദ്ധിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും തീർച്ചയായും വലിയ മഹത് കാര്യമാണ്. നമ്മുടെ പൂർവികർക്ക് നൽകാവുന്നതായിട്ടുള്ള ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നാരദ മഹർഷി അത്ഭുതപ്പെട്ടത്. കാരണം മൂഢന്മാരായിട്ടുള്ള ആളുകൾക്കാവട്ടെ ഖലന്മാരാകട്ടെ തിര്യക്കുകളാകട്ടെ അവരുകൂടി സപ്താഹശ്രവണം കൊണ്ട് പരിശുദ്ധന്മാരായി തീരുകയും കാലക്രമേണ ഒറ്റയടിക്കല്ല വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. എങ്കിലും എന്തെല്ലാം പാപങ്ങളൊക്കെ ഈ സപ്താഹശ്രവണം കൊണ്ട് നശിക്കും, ഇതുകൊണ്ട് നശിക്കാത്ത വല്ല പാപവും വേറെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായി. പഞ്ചമഹാപാതകങ്ങൾ, ബ്രഹ്മസ്വ അപഹാരം എന്ന് വേണ്ട എന്തെല്ലാം പാപങ്ങൾ ശരീര വാങ് മനസ്സുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അവയൊക്കെ സപ്താഹശ്രവണം കൊണ്ട് നശിക്കും എന്ന് സനൽകുമാര മഹർഷി പറഞ്ഞു. പോരെങ്കിൽ അതിനെ തെളിയിക്കുന്ന ഒരു ഇതിഹാസത്തെ പറയാം എന്ന് പറഞ്ഞ് അതിനെയും പറയാൻ തുടങ്ങി. അതിനൊരു കഥ പറയാൻ തുടങ്ങി. പണ്ടൊരു കാലത്ത് തുംഗഭദ്ര നദിയുടെ തീരത്ത് മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. 4 വർണ്ണത്തിലും പെട്ട ജനങ്ങളും അവിടെ ധാരാളമായി താമസിച്ചു വന്നു. ആ കൂട്ടത്തിൽ ആത്മദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളെ വിധിയാംവണ്ണം ചെയ്തു വന്ന ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. ദുന്ധുളി എന്നു പേരായ അദ്ദേഹത്തിൻ്റെ പത്നിയാവട്ടെ നല്ല കുടുംബത്തിൽ ജനിച്ചവളും സൗഭാഗ്യവതിയൊക്കെ ആയിരുന്നെങ്കിലും
സൽസ്വഭാവം ഉള്ളവളായിരുന്നില്ല. അതാണല്ലോ വേണ്ടത്. നല്ല സ്വഭാവശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും പ്രയോജനമില്ല എന്നല്ലേ പറയാറ്. അത് നമ്മുടെ ദുന്ദുലിക്ക് ഉണ്ടായിരുന്നില്ല. അതെന്തൊക്കെയാ ഈ നല്ല സ്വഭാവമില്ലായ്മ? ആവശ്യമില്ലാതെ എപ്പോഴും വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക, മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അവനവൻ ചെയ്യേണ്ട ഗൃഹകൃത്യങ്ങൾ താല്പര്യമില്ലാതിരിക്കുക, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നുള്ളതാണല്ലോ. പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ, അതിൽ താല്പര്യമില്ലാതിരിക്കുക, ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളിലും ഈശ്വരനിലും വിശ്വാസമില്ലാതിരിക്കുക. ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുക, നാമം ജപിക്കുക, അതുപോലെയുള്ള ക്ഷേത്ര ദർശനാദി കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളെ കൊണ്ട് കുറച്ച് നാമം ജപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ ശ്രാദ്ധാദി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്നിലും വലിയ താല്പര്യമില്ലാതിരിക്കുക, ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാതിരിക്കുക. ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, എന്നാലും ഉള്ളിൽ അങ്ങനെ ഒരു ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാതിരിക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഏകദേശ മാതൃകകൾ. ബാക്കിയും ധാരാളം ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ഇടയിലും കാണാം ഇങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രായേണ എല്ലാ ഭാഗ്യങ്ങളും അവർക്കുണ്ടെങ്കിലും ഒരു പുത്രനില്ലാത്തതിനാൽ അപുത്രതാ ദുഃഖം ആത്മദേവനെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്ക് സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്താനമില്ല. തൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹം പല സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ടെങ്കിലും ഒരു പുത്രനുണ്ടാവട്ടെ എന്ന ഉദ്ദേശത്താലാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് പുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ഒന്നും ഉണ്ടായില്ല. അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായ ആത്മദേവന് ലോക ജീവിതം തന്നെ മടുത്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്നിക്കാകട്ടെ അത്രയൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ആത്മദേവൻ ഒരു ദിവസം ഒന്നും പറയാതെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാട്ടിൽ പോയി അസ്വസ്ഥനായി ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വിശ്രമിക്കാനും അതേ സമയത്ത് ദുഃഖിക്കാനും തുടങ്ങി. അധികം കഴിയാതെ ഒരു സന്യാസി ആ വഴിക്ക് വന്നു. അദ്ദേഹവും ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ബ്രാഹ്മണന്റെ ദുഃഖഭാവത്തെ അറിഞ്ഞ അദ്ദേഹം എന്താണ് ദുഃഖ കാരണം എന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ തൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഒരു പുത്രഭാഗ്യമില്ലാത്ത ജീവിതത്തിൽ വെറുപ്പ് വന്ന് താൻ മരിക്കാൻ തീർച്ചയായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരു സന്തതി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതം തന്നെ വിരഹമാണ്, ദുഃഖമാണ്, ഭാരമാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീർച്ചയാക്കിയിട്ട് താൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ആ സന്യാസിയോട് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനങ്ങളൊക്കെ കേട്ട സന്യാസിക്ക് മനസ്സലിഞ്ഞു. അദ്ദേഹം ഈ സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ ദുഃഖഭാവത്തെ പറ്റി പലതും പറഞ്ഞു. അതുകൊണ്ട് സന്യസിച്ച് പരിവ്രാജനം ചെയ്യാൻ ഉപദേശിച്ചു. അതാണ് ഏറ്റവും നല്ലത്. ഈ ലോകത്ത് എല്ലാ കാലത്തും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷെ അതൊന്നും ആത്മദേവന് ഇഷ്ടമായില്ല. അങ്ങനെയാണല്ലോ, ഈ ലോകജീവിതം ശ്രേഷ്ഠമായി കാണുന്ന ഒരാൾക്ക് സന്യാസം എന്നുള്ളത് ഒരിക്കലും സന്യാസം ശുഷ്കമേവഹി എന്നാണ് പറയുന്നത്. സന്യാസം വളരെ ശുഷ്കമായിട്ടുള്ളതാണ്. ഈ ഗൃഹസ്ഥ ജീവിതമാണെങ്കിൽ പുഷ്കലമായിട്ടുള്ളതാണ്. കാരണം ഭാര്യ, മക്കള്, സമ്പത്ത്, ബന്ധുക്കൾ, ഇവരുടെയൊക്കെ കൂടെ കുട്ടികളെയൊക്കെ കൊഞ്ചിച്ച് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നതാണല്ലോ പുഷ്കലമായിട്ടുള്ളത്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്രമത്തിൽ പർണശാലയിൽ പോയിരിക്കുന്നു, ഈശ്വരനാമം ജപിക്കുന്നു, സന്ധ്യാവന്ദനാദി കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വലിയ ലോക വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊരു ശുഷ്കമാണ് എന്ന് ആത്മദേവന് തോന്നി. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. ഒരു പുത്രനെ ലഭിക്കലല്ലാതെ മറ്റൊന്നുകൊണ്ടും തനിക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പുത്രനില്ലാത്ത ജീവിതത്തെക്കാളും തനിക്ക് മരണമാണ് അഭികാമ്യമായിട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അത് കേട്ട് ദയാപരവശനായി തീർന്ന സന്യാസിയാവട്ടെ അദ്ദേഹത്തിന് ഒരു പഴം കൊടുത്തു. ആ പഴത്തെ ബ്രാഹ്മണന്റെ പത്നി ഭക്തിശ്രദ്ധയോടെ കഴിച്ച് വ്രതനിഷ്ഠയോടും ഈശ്വരഭജനത്തോടും കൂടി ഇരുന്നാൽ
1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് ആ സന്യാസി പോയി. ആത്മദേവൻ ആ സന്യാസിയുടെ വാക്കിൽ വിശ്വാസവും സന്തോഷവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രസന്നവദനായി ഗൃഹത്തിലേക്ക് മടങ്ങി. വീട്ടിലെത്തി സന്തോഷപാരവശ്യത്തോടു കൂടിയും വണ്ണം പത്നിയോട് നടന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഈ പഴം ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഭക്തിയോടുകൂടി പഴത്തെ കഴിക്കാനും വ്രതനിഷ്ഠയോടെ ഈശ്വരഭജനത്തോടെ ഒക്കെ 1 വർഷം ഇരിക്കാനും തൻ്റെ ഭാര്യയെ ഉപദേശിക്കുകയും ചെയ്തു. ധുന്ദുൽക്ക് ആവട്ടെ തൻ്റെ ഭർത്താവിൻ്റെ വാക്കിലോ പഴത്തിലോ ഒന്നും അല്പം പോലും വിശ്വാസം തോന്നിയില്ല. തനിക്കൊരു പുത്രനുണ്ടാവണം എന്ന ആഗ്രഹം തന്നെ അവർക്കുണ്ടായിരുന്നില്ല. എന്നാലും ഭർത്താവിൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി കപടമായി സന്തോഷത്തെ അഭിനയിക്കുകയും പഴം കഴിക്കാം എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ആത്മദേവനോട് താൻ പഴം കഴിച്ചു എന്ന് പറഞ്ഞുവെങ്കിലും അവർ കഴിച്ചിരുന്നില്ല. ആത്മദേവനാവട്ടെ അത് കേട്ട് വലിയ സന്തോഷമായി. തൻ്റെ ഭാര്യ അനുസരണശീലമുള്ളവളും പഴം കഴിക്കുകയും ചെയ്തുവല്ലോ. അത് കേട്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. യാഥാർത്ഥ്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അന്ന് തന്നെ ആ സ്ത്രീയുടെ അനുജത്തി ജ്യേഷ്ഠത്തിയെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്നു. അവർ തമ്മിൽ ഗാർഹികമായും പ്രാരബ്ധപരമായും പലതും സംസാരിച്ച കൂട്ടത്തിൽ ധുന്ദുളി തൻ്റെ പഴത്തിൻ്റെ കാര്യവും ഭർത്താവിന് പുത്രനില്ലാത്തതുകൊണ്ടുള്ള ദുഃഖത്തെയും മറ്റും വിസ്തരിച്ചു പറഞ്ഞു. കൂട്ടത്തിൽ തനിക്ക് ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ താല്പര്യമില്ല എന്നും അങ്ങനെ ചെയ്താൽ സംഭവിക്കാവുന്ന ദോഷങ്ങളെ കൂടി പറഞ്ഞു കൊടുത്തു. ഉടനെ അനുജത്തി ഇതൊരു സന്ദർഭമാണ് എന്ന് കരുതി താനിപ്പോൾ ഗർഭിണിയാണ് എന്നും പ്രസവിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ കുട്ടിയെ വിലക്കി തരാമെന്നും ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു. ജ്യേഷ്ഠത്തിക്കും അതൊരു നല്ല കാര്യമായി തോന്നി. കാരണം തൻ്റെ വീട്ടിൽ, അതായത് അനുജത്തിയുടെ വീട്ടിൽ മക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഒരെണ്ണം കൊടുത്ത് കുറച്ച് സമ്പത്ത് ധാരാളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് അനുജത്തിക്ക് തോന്നിയത്. അങ്ങനെ ജ്യേഷ്ഠത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജ്യേഷ്ഠത്തിക്കും അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. പരീക്ഷണത്തിന് വേണ്ടി ആത്മദേവൻ കൊടുത്ത പഴത്തെ പശുവിനും കൊടുത്തു. കാരണം ഈ സന്യാസി കൊടുത്ത പഴത്തിന് വല്ല ശക്തിയുണ്ടോ എന്നറിയണമല്ലോ. അതുകൊണ്ട് ഈ പഴത്തെ വീട്ടിലുണ്ടായിരുന്ന ഒരു പശുവിനും കൊടുത്തു. കാരണം ആ പശുവും പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല കാലങ്ങളായിട്ട്. ഗർവും അഹങ്കാരവും മുഴുത്ത ധുന്ദുളി പിറ്റേ ദിവസം തന്നെ ഭർത്താവിനോട് താൻ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് കളവായിട്ട് പറഞ്ഞു. വളരെ ഒരു ഭക്തി പാരവശ്യത്തോടു കൂടി, അല്ലെങ്കിൽ അതൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ സന്യാസി കൊടുത്ത പഴം കഴിച്ചു. ആ പഴത്തിൻ്റെ ശക്തി കൊണ്ട് താൻ ഗർഭിണിയായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളവ് പറഞ്ഞു. ബ്രാഹ്മണനാവട്ടെ ഭാര്യയുടെ വാക്ക് സത്യമാണ് എന്ന് വിശ്വസിച്ചു. സന്യാസിയുടെ മഹത്വത്തെയൊക്കെ വാഴ്ത്തി. ക്രമേണ ഗർഭിണികളുടെ എല്ലാ ചേഷ്ടകളെയും അഭിനയിച്ചുകൊണ്ടും വസ്ത്രം കൊണ്ട് വയറ് വലുതാക്കിയും ആ ബ്രാഹ്മണ സ്ത്രീ സാധുവായി തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കഴിയാൻ തുടങ്ങി. അങ്ങനെ ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി അനുജത്തി പ്രസവിച്ചു. ആരും അറിയാത്ത നിലയിൽ രാത്രി തന്നെ കുട്ടിയെ തൻ്റെ ജ്യേഷ്ഠത്തിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ തൻ്റെ ഭാര്യ പ്രസവിച്ച് പുത്രനുണ്ടായിരിക്കുന്നു എന്ന കഥ ആത്മദേവൻ അറിഞ്ഞു. അദ്ദേഹം സന്തോഷഭരിതനായി കുട്ടിയുടെ ദീർഘായുസിനും ശ്രേയസിനും വേണ്ടി അനേകം സത്കർമ്മങ്ങളൊക്കെ ചെയ്തു. ധുന്ധുകാരി എന്ന പുത്രന് നാമകരണവും ചെയ്തു. കാരണം ധുന്ദുളിയുടെ മകൻ ധുന്ധുകാരി. അങ്ങനെ പേരൊക്കെ ഇട്ടു. അധികം താമസിയാതെ തന്നെ പഴം തിന്ന പശുവും പ്രസവിച്ചു. അതും ഒരു മനുഷ്യക്കുട്ടിയായിരുന്നു. ആത്മദേവൻ്റെ സന്തോഷം ഇരട്ടിയായി. ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. കാരണം ആ കുഞ്ഞിൻ്റെ ചെവികൾ പശുവിൻ്റെ ചെവി പോലെയായിരുന്നു. കുറച്ച് നീണ്ട ചെവികളായിരുന്നു. പശുക്കുട്ടികളുടെയൊക്കെ ചെവി ഉണ്ടല്ലോ, വലിയ ചെവി. ചെവി മാത്രം പശുവിനെ പോലെയും ബാക്കിയൊക്കെ മനുഷ്യനെ പോലെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാമായിരിക്കാം. ഇപ്പം സംഭവിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് എന്താണെങ്കിലും സന്തോഷം ഇരട്ടിയായി. ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായിരുന്ന ആത്മദേവനെ
സന്തോഷഭരിതനാക്കിക്കൊണ്ട് 2 കുട്ടികളും വളരാൻ തുടങ്ങി. ഇപ്പോൾ വലിയ സന്തോഷമാണ് അവിടെ. അവർക്ക് അതാത് സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങളെയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്തു കൊടുത്തു. കാലം കൊണ്ട് ദുന്ധുകാരി പരമദുഷ്ടനും മൂഢനും ആയിത്തീർന്നു. ഗോകർണനാവട്ടെ നല്ല ജ്ഞാനസമ്പന്നനും വിവേകിയും സദ്വൃത്തനുമായിട്ടും വളർന്നു. ദുന്ധുകാരിയുടെ ദുശ്ചേഷ്ടകളെ കൊണ്ടും ഉപദ്രവങ്ങളെ കൊണ്ടും ആത്മദേവന് ഗൃഹത്തിലിരുന്ന് കഴിച്ചുകൂട്ടാൻ വയ്യാതെയായി. അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ ഗോകർണൻ്റെ ഉപദേശം തേടുകയാണ്. വലിയ ഉപദ്രവമാണ് ഈ ദുന്ധുകാരിയെ കൊണ്ടുള്ളത്. കാരണം അദ്ദേഹം മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ നായാട്ടിന് പോവുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സ്വസ്ഥത എന്നുള്ളത് വീട്ടിലില്ലാതെയായി തീർന്നു. അപ്പോഴാണ് ഗോകർണൻ്റെ ഉപദേശം തേടുന്നത്. ജ്ഞാനിയും യോഗ്യനുമായിട്ടുള്ള ഗോകർണൻ അദ്ദേഹത്തിന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉപദേശിച്ചു. മാത്രമല്ല, ഇനി ഗൃഹത്തിലിരിക്കേണ്ട എന്നും, അതായത് വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്യുകയാണ് നല്ലത് എന്നും മകനായിരിക്കുന്ന ഗോകർണൻ അച്ഛന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് കേട്ട് വീട്ടിൽ നിന്നിറങ്ങി കാട്ടിൽ പോയിട്ട് തപോനിഷ്ഠനായിക്കൊണ്ട് തന്നെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തെ നിരന്തരം വായിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അവസാനത്തിൽ ശ്രീകൃഷ്ണ സായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു. കാരണം പണ്ടങ്ങനെയായിരുന്നു, വാനപ്രസ്ഥം എന്ന് പറഞ്ഞ് വാർദ്ധക്യ സമയത്ത് വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. മരിക്കുന്ന കാലത്ത് തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം, കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുള്ളതും തൻ്റെ ജീവിതത്തിൽ ഗൃഹസ്ഥ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അത് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വാർദ്ധക്യ സമയത്ത് വാനപ്രസ്ഥ ആശ്രമത്തിൽ പോയി ഈശ്വര ഭജനാദികൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്ന സമ്പ്രദായം. ആ സമ്പ്രദായം ഇന്ന് നമ്മൾ പാലിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാവനയാണ് ഈ ആശ്രമ വ്യവസ്ഥകൾ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ജീവിതത്തെ 4 പടികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നും അത് പാലിക്കുന്ന ആളുകളുണ്ട്. കാട്ടിൽ പോകുന്നില്ലെങ്കിൽ കൂടി സ്വസ്ഥമായി തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം എന്നുള്ളത് ഈശ്വര ഉപാസനയ്ക്കും വല്ല സാമൂഹിക സേവനങ്ങൾക്കും സത്കർമ്മങ്ങൾക്കുമായി വിനിയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ ഈശ്വര ഭജനത്തിൻ്റെതായിട്ടുള്ള പുണ്യവും എല്ലാം ലഭ്യമാകും. വാസ്തവത്തിൽ കുറച്ച് പ്രായമാകുന്ന സമയത്ത് ഈശ്വര ഭജനത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ തിരിയേണ്ടതാണ്. കാരണം തൻ്റെ കുടുംബത്തെ പരിപാലിക്കാനും മറ്റുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ യൗവനകാലത്ത് അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അപ്പോൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് ശേഷം കുറച്ച് ഈശ്വര ഭജനാദികളിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, സദ്ഗ്രന്ഥങ്ങൾ വായിക്കുക, അതുപോലെ ദിവസവും ഏതെങ്കിലും ഒരു ഈശ്വരനാമം ഒരു അനുഷ്ഠാനമായിട്ട് ദിവസവും ജപിക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും, നമ്മുടെ ജീവിതം അനായാസകരമായിട്ട് തീരും. ഇങ്ങനെ അനവധി ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഏതാണെങ്കിലും ആത്മദേവൻ കാട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഒരു അനുഷ്ഠാനമായിട്ട് തിരഞ്ഞെടുത്തത് ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തെ നിരന്തരം വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം സംസ്കൃതവും മറ്റുമൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ആ ഓരോ കഥകൾ വായിച്ച് ആ കഥകളെ മനനം ചെയ്ത് ഒപ്പം ഭഗവാന്റെ നാമം ജപിക്കുന്നു, ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ശുദ്ധമായി ശാന്തമായി. അവസാനം അദ്ദേഹം ആ വൈകുണ്ഠത്തിലെത്തുകയും ചെയ്തു. കാരണം നിരന്തരം ഈശ്വരനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തി ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ദിവസവും
കുറച്ച് സമയം ഈശ്വരനാമ ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ആരാണോ ദിവസവും ഈശ്വരനാമം ജപിക്കുന്നത് അവരുടെ അവസാനകാലം വളരെ അനായാസകരമായിരിക്കും. മാത്രമല്ല യമദൂതന്മാർ അവരെ കൊണ്ടുപോകില്ല, വിഷ്ണു പാർഷദന്മാർ മാത്രമേ കൊണ്ടുപോകൂ. അത് നമുക്ക് അജാമളൻ്റെ കഥയിൽ കേൾക്കാം. അപ്പോൾ അതുകൊണ്ടെല്ലാമാണ് ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മുടങ്ങാതെ ഓം നമോ നാരായണായ എന്നുള്ളതോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നാമം ദിവസവും ജപിക്കണം എന്ന് പറയുന്നത്. ഏതാണെങ്കിലും ഇങ്ങനെ 4-ാം അധ്യായം കഴിഞ്ഞ് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നു, അച്ഛൻ വീട് വിട്ടു പോയതോടെ ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ദുന്ദുകാരിക്ക് അവർ രണ്ടാളും പോയത് വളരെ സൗകര്യമായിട്ട് തോന്നി. അച്ഛനും അമ്മയും അച്ഛനും അനുജനും പോയി, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. പൈതൃകമായിട്ടുള്ള സ്വത്ത് മുഴുവൻ എടുത്ത് ധൂർത്തടിച്ചു ദുന്ദുകാരി. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വേശ്യാസ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഇതുപോലെ പല കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ സ്വത്തൊക്കെ എടുത്ത് ധൂർത്തടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പണം തീരും. അങ്ങനെ പണമൊക്കെ തീർന്നപ്പോൾ അമ്മയെയും ആ ദ്രോഹി ഉപദ്രവിക്കാൻ തുടങ്ങി. എവിടെയാണ് പണം വെച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഭർത്താവിനെ വഞ്ചിക്കുക തുടങ്ങി താൻ ചെയ്ത അസംഖ്യങ്ങളായിട്ടുള്ള മഹാപാപങ്ങളെ ഓർത്ത് ആ സ്ത്രീയും അപ്പോൾ വളരെ പശ്ചാത്തപിച്ചു. ഇപ്പം മകൻ ഉപദ്രവിക്കാൻ തുടങ്ങി, ജീവിതത്തിൽ മറ്റു ഒരു അഭയസ്ഥാനവും ഇല്ലാതായപ്പോഴാണ് ദുന്ദുളി പശ്ചാത്തപിക്കുന്നത്. കഷ്ടം, താൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഫലം ഇപ്പം തനിക്ക് വന്നു ചേരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് കേവലം ഒരു ദുന്ദുളിയുടെ മാത്രമല്ല, ജീവിതത്തിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസം അതിൻ്റെ കണക്ക് ജീവിതത്തിൽ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് പരമാവധി ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്, നല്ല കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെ പറയുന്നത്. ഇപ്പം ഏതാണെങ്കിലും ദുന്ദുളി വളരെ പശ്ചാത്തപിച്ചു. ഇനി തനിക്ക് രക്ഷയില്ല എന്ന് കരുതി അവസാനം ഒരു ദിവസം കിണറ്റിൽ ചാടി മരിച്ചു. ഈ മഹാഭാവിയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം കിണറ്റിൽ ചാടി മരിക്കുകയാണ് നല്ലത് എന്ന് കരുതി അവരങ്ങനെ കിണറ്റിൽ ചാടി മരിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു കുടുംബത്തിലാണ് ജീവിച്ചിരുന്നത്, ഒരേപോലെയുള്ള മക്കളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവർക്ക് വന്ന അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടുപേരും മക്കളുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ബുദ്ധിമുട്ടിലായത്. പക്ഷേ ആ ആത്മദേവൻ അതേ പ്രശ്നം കൊണ്ട് തന്നെ കാട്ടിലേക്ക് പോയി ഭാഗവതം വായിച്ച് ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തി എന്നുള്ളതായ ഏറ്റവും പരമമായിട്ടുള്ള ആ ഭാഗ്യത്തെ നേടിയപ്പോൾ ദുന്ദുളി എന്ന് പറയുന്നത് അവർക്കും ഇങ്ങനെയുള്ള സൗഭാഗ്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ചെയ്ത കർമ്മം അതിൻ്റെ പരിണത ഫലമായിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ് അവർക്ക് അവരുടെ യോഗം ഉണ്ടായത്. കാരണം ജീവിതകാലത്ത് ചെയ്തത് മുഴുവൻ ദുഷ്കർമ്മങ്ങളായിരുന്നു. എന്നാൽ ആത്മദേവനാകട്ടെ ആരെയും ദ്രോഹിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ മറ്റുള്ളവർക്ക് ഉപകാരവും നല്ല കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി ചെയ്ത സത്കർമ്മങ്ങളുടെ പരിണത ഫലമായിട്ട് അദ്ദേഹത്തിന് ഭാഗവതം വായിക്കാനും ഈശ്വരമാർഗത്തിലേക്ക് തിരിയാനും വൈകുണ്ഠപദത്തിലേക്ക് എത്തിച്ചേരാനും ഭഗവത് പദത്തിൽ എത്തിച്ചേരാനും അത് കാരണമായി തീർന്ന സമയത്ത് ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പരിണത ഫലമായിട്ട് ദുന്ദുളിക്ക് നരകപ്രാപ്തിയാണ് ഉണ്ടായത്. കാരണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നരകപ്രാപ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആത്മഹത്യ എന്നുള്ളത് മഹാപാപമാണെന്നുള്ളതും ആത്മഹത്യ എന്നുള്ള മാർഗത്തെ ജീവിതത്തിൽ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് എന്നും പറയുന്നത്. കാരണം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതം ഈശ്വരൻ നൽകിയതിനെ വിവേകമില്ലാതെ ബുദ്ധിയില്ലാതെ നമ്മൾ ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ നരക ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം ഈശ്വരപ്രാപ്തി നേടാൻ ഉപകരിക്കുന്നതായിട്ടുള്ള ജീവിതം, മനുഷ്യജന്മം ഇതൊക്കെ ഈശ്വരൻ നൽകി തൻ്റെ ദുർബുദ്ധി കൊണ്ടും ദുർവാശി കൊണ്ടും
അങ്ങനെ വിപരീതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ വളരെ കഠിനമായിരിക്കും. അതിവിടെ ദുന്ദുലിക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പ്രവർത്തികൾ അങ്ങനെയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ദുന്ദുളിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ദുസ്വഭാവങ്ങൾ ഉണ്ടാകരുത്, മറ്റുള്ളവരുടെ കുറ്റം പറയുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് എന്നെല്ലാം ശാസ്ത്രം നമ്മളെ ശാസിക്കുന്നത്. എന്താണെങ്കിലും അമ്മയും കൂടി മരിച്ചു കഴിഞ്ഞതോടെ ദുന്ദുകാരി പൂർണ്ണ സ്വതന്ത്രനായി. തനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വേശ്യാസ്ത്രീകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആദ്യം അമ്മയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകലായിരുന്നു. ഇപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. 5 വേശ്യാസ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എല്ലാവിധ ദുർവൃത്തികളുടെയും കേന്ദ്രമായി തീർന്നു അദ്ദേഹത്തിൻ്റെ വീട്. കാരണം ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ വീട് മാറുക. മദ്യപാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടൊരു മദ്യശാലയായി തീരും. ഈശ്വര ഭജനം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്സംഗത്തിന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നും നമുക്കിത് കാണാവുന്നതാണ്. അവരുടെ വീട് ഒരു സത്സംഗത്തിൻ്റെ കേന്ദ്രമായി തീരും. അല്ല, ചൂതുകളി, ചീട്ടുകളി തുടങ്ങിയ ശീലമുള്ളതാണെന്നുണ്ടെങ്കിൽ, അവർക്ക് സ്വാതന്ത്ര്യം കൂടി ഉണ്ടെങ്കിൽ അവരുടെ വീട് ഒരു ചൂതുകളി കേന്ദ്രം അല്ലെങ്കിൽ ചീട്ടുകളിശാല ആയി മാറും. അല്ല, മറ്റെന്തെങ്കിലും കലാപരിപാടികളിലാണ് താല്പര്യമുള്ളവരെങ്കിൽ അവരുടെ വീട് അങ്ങനെയായി മാറും. ഇത് സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പം അങ്ങനെ ഈ ദുന്ദുകാരിയുടെ ഗൃഹമാകട്ടെ എല്ലാവിധ ദുർവൃത്തികളുടെയും ഒരു കേന്ദ്രമായി തീർന്നു. അതിനു പറ്റിയ കൂട്ടുകാരും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പണത്തിന് കുറവുണ്ടായി. കാരണം കണക്കില്ലാതെ ഇങ്ങനെ ഓരോ പ്രവൃത്തിക്ക് ചെലവഴിക്കുന്നു. അതുകൊണ്ട് പണത്തിന് വലിയ കുറവുണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടി മോഷണം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള മോഷണം കൊണ്ട് കാശുണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു സന്തോഷമായിട്ട് കഴിയണം. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ വേശ്യാസ്ത്രീകൾക്ക് സംശയമായി. ഇദ്ദേഹം ദിവസവും മോഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാജാപുരുഷന്മാർ അല്ലെങ്കിൽ രാജാവിൻ്റെ സൈനികരായിട്ടുള്ള ആളുകൾ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടി അത് ആപത്തായി തീരും എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ അവർ തീർച്ചപ്പെടുത്തി. അപ്പം അവർ വിചാരിച്ചു, ഇത്രയും മോഷണം നടത്തുന്നതായിട്ടുള്ള ഈ വിദ്വാനെ, ഇയാളെ സൈനികരെ പിടിച്ചു കഴിഞ്ഞാൽ രാജാവ് വിചാരണ ചെയ്ത് കൊല്ലും. രാജാവ് പിടിച്ചു കഴിഞ്ഞാൽ തൊണ്ടി മുതലായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം അപഹരിച്ചതായിട്ടുള്ള വസ്തുക്കളെയും പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇയാളെ നമ്മൾ തന്നെ കൊന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയെങ്കിലും മരിച്ചു എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാം. ഒപ്പം ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ആ സമ്പത്തൊക്കെ നമുക്ക് വീതിച്ചെടുക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീർച്ചപ്പെടുത്തി. ഒരു ദിവസം രാത്രി ഈ ദുന്ദുകാരി ഉറങ്ങുമ്പോൾ ചുട്ടുപഴുപ്പിച്ചതായിട്ടുള്ള ഇരുമ്പ് കൊണ്ട് അയാളുടെ നാവ് പൊള്ളിക്കുകയാണ്. നാവ് പൊള്ളിക്കുന്നതിന് മുമ്പ് നല്ല ഗാഠമായിട്ടുള്ള മദ്യമൊക്കെ കഴിച്ച് നല്ല ഗാഠനിദ്രയിലായിട്ടുള്ള ഇയാളുടെ കയ്യും കാലും ഒക്കെ അവർ കട്ടിലുമായിട്ട് കൂട്ടിക്കെട്ടി. അപ്പം അനങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ അനങ്ങാൻ വയ്യാതെ കൂട്ടിക്കെട്ടി അവിടെ കിടന്നതായിട്ടുള്ള അയാളുടെ കഴുത്തിൽ കയറിട്ട് അവർ മുറുക്കാൻ തുടങ്ങി. കയറിട്ട് വലിച്ചു മുറുക്കാൻ തുടങ്ങിയെങ്കിൽ കൂടി വളരെ ശക്തനായിരുന്നു ദുന്ദുകാരി. മാത്രമല്ല മഹാഭാവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്ത്രീകൾ അടുപ്പിൽ കൊണ്ടുപോയി, അടുപ്പിൽ നിന്ന് നല്ല കനലുണ്ടായിരുന്നു. പണ്ട് വിറക് കത്തിക്കുന്ന അടുപ്പിലൊക്കെ ധാരാളം കനലുണ്ടാവും. അങ്ങനെയുള്ള കനൽ അവർ എടുത്തു കൊണ്ടുവന്ന് ഒരു തവി കൊണ്ടോ മറ്റൊക്കെ കോരിക്കൊണ്ടുവന്ന് വായ പൊളിച്ച് ഉറക്ക ശബ്ദം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ ദുന്ദുകാരിയുടെ വായിലേക്ക് ആ തീക്കനലൊക്കെ കുത്തി നിറയ്ക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കയ്യും കാലും അനക്കാൻ പറ്റില്ല, അങ്ങനെ കിടക്കുകയാണ്. ആ വായ പൊളിച്ച് കരയുന്ന അയാളുടെ വായിലേക്ക് ഈ ധാരാളം തീക്കനലൊക്കെ കുത്തി നിറച്ച് അങ്ങനെ വായും കഴുത്തും ഒക്കെ പൊള്ളി
ശ്വാസം മുട്ടി ഈ മഹാഭാവിയായിട്ടുള്ള ദുന്ദുകാരി മരിച്ചു. മരിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടി രാത്രിയായപ്പോൾ ഈ ദുന്ദുകാരിയുടെ അർദ്ധരാത്രി ഈ ദുന്ദുകാരിയുടെ മൃതശരീരത്തെ താങ്ങിയെടുത്ത് അവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയിട്ടു. അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ തള്ളിയിട്ട് അവരൊക്കെ പിറ്റേ ദിവസം ആ വീട് വിട്ട് പോയി. അപ്പോൾ വീട് വിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവ് ഒരു ദൂരത്തേക്ക് പോയിരിക്കുകയാണ്, മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണ് ജോലി അന്വേഷിച്ച്, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരൂ, ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം വരുമ്പോഴേക്ക് വരാം എന്ന് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ ഇന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നടക്കുന്നത് കാണാം. അങ്ങനെ അദ്ദേഹം നേരെ ഈ സ്ത്രീകൾ അവിടെ നിന്ന് യാത്രയായി. തീർത്ഥയാത്ര നടത്തി വന്നിരുന്ന ഗോകർണൻ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആളുകളിൽ നിന്നൊക്കെ തൻ്റെ അമ്മയും ദുന്ദുകാരിയും ഒക്കെ മരിച്ചതായിട്ടുള്ള വാർത്ത ക്രമേണ അറിഞ്ഞു. ഏത് കാര്യവും കുറച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യം പുറത്തു വരുമല്ലോ. അപ്പോൾ ക്രമേണ ഈ ദുന്ദുകാരി മരിച്ച കാര്യവും മറ്റുമൊക്കെ നാട്ടിൽ അറിഞ്ഞു. അത് ക്രമേണ നമ്മുടെ ദുന്ദുകാരിയും അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ തീർത്ഥങ്ങളിലും തൻ്റെ പിതാവിനും മാതാവിനും അതുപോലെ തൻ്റെ സഹോദരനും വേണ്ടി ശ്രാദ്ധം, മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധമൊക്കെ കൂട്ടാറുണ്ട്. ഓരോ തീർത്ഥങ്ങളിലും ആ തീർത്ഥങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടി ശ്രാദ്ധമൂട്ടാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഗയയിൽ പോയി. ഗയാശ്രാദ്ധം എന്നുള്ളത് ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്, നമുക്കറിയാം, പലരും ഇന്നും പോയി ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഗയാശ്രാദ്ധം തൻ്റെ സഹോദരനായിട്ടുള്ള ദുന്ദുകാരിക്കും അമ്മയ്ക്കും ഒക്കെ വേണ്ടി ഊട്ടി. അങ്ങനെ ഗയാശ്രാദ്ധമൊക്കെ ഊട്ടി അതിനൊക്കെ ശേഷമാണ് തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ച് തൻ്റെ വീട്ടിലേക്കെത്തി. ഒരു ദിവസം വൈകുന്നേരം നിർജ്ജനമായിരിക്കുന്ന തൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ആരുമില്ല, കാട് പിടിച്ചിട്ടൊക്കെ കിടക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ള ആ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. രാത്രി ആഹാരമൊക്കെ കഴിച്ച് വീട്ടിൻ്റെ മുൻഭാഗത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ 4 ഭാഗവുമായിട്ട് ഏതോ ഒരു സത്വം ചുറ്റിത്തിരിയാൻ തുടങ്ങി. അതെന്താണെന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. സകൃന്മേഷ സകൃദ് ഹസ്തി, ചിലപ്പോൾ ഒരു ആനയുടെ രൂപത്തിൽ, ചിലപ്പോൾ ഒരു ആടിൻ്റെ രൂപത്തിൽ, എന്തൊക്കെയോ ഒരു വല്ലാത്ത സത്വം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 4 ഭാഗവും ഇങ്ങനെ ചുറ്റിത്തിരിയാൻ തുടങ്ങി. അവ്യക്തമായിട്ട് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിങ്ങനെ ഗോകർണന് മനസ്സിലായി. പക്ഷേ വിവേകിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഗോകർണന് അതൊരു ഗതി കിട്ടാത്ത പ്രേതാണ് എന്ന് തോന്നി. അദ്ദേഹം തൻ്റെ കയ്യിൽ ജലമെടുത്ത് മന്ത്രമൊക്കെ ജപിച്ച് ആ സത്വം നിന്ന ഭാഗത്തേക്ക് തളിച്ചിട്ട് ചോദിച്ചു, താൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ ആ ജലത്തിൻ്റെ ശക്തി കൊണ്ട്, കാരണം മന്ത്രം ജപിച്ച ജലമാണല്ലോ തളിച്ചിട്ടുള്ളത്, ആ മന്ത്രപൂരിതമായിട്ടുള്ള ജലം ഈ പ്രേതത്തിൻ്റെ ദേഹത്ത് തട്ടിയപ്പോൾ തന്നെ ആ ജപത്തിൻ്റെ പുണ്യം കൊണ്ട് അതിന് സംസാരിക്കാൻ പറ്റി. എന്നാലോചിച്ച് നോക്കും, മന്ത്രം ജപിച്ച ആ വെള്ളത്തിൻ്റെ സ്പർശം കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ പ്രേതത്തിന് സംസാരശേഷി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും നമ്മൾ സ്വന്തം നാവ് കൊണ്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠമായിരിക്കും നമ്മുടെ കാര്യം. ഏതാണെങ്കിലും ഗോകർണൻ ആ ജപിച്ച് തെളിച്ചതായിട്ടുള്ള മന്ത്രജലത്തിൻ്റെ ശക്തി കൊണ്ട് സംസാരശേഷി കിട്ടിയതായിട്ടുള്ള ആ പ്രേതം പറയുന്നുണ്ട്, ഹേ ഗോകർണ, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദുന്ദുകാരിയാണ് എന്നുള്ളതും ഇപ്പം ഗതി കിട്ടാത്ത പ്രേതമായിട്ടിരിക്കുകയാണ് എന്നുള്ളതുമായ കാര്യം പറഞ്ഞു.
കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. കാരണം തന്നെ ഈ വേശ്യാസ്ത്രീകൾ കൊന്നതായിട്ടുള്ള കഥയും മറ്റുമൊക്കെ ഈ പ്രേതാവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള ദുന്ദുകാരി ഗോകർണന് പറയുകയാണ്. മഹാപ്രേതമായിട്ട് മഹാദുഃഖം അനുഭവിക്കുകയാണ്. ഈ മഹാപ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേതാവസ്ഥ എന്ന് പറയുന്നത് വലിയ കഠിനമായിട്ടുള്ളൊരവസ്ഥയാണ്. വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും, പക്ഷേ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സാധിക്കില്ല. കാരണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഈ ശരീരം ആവശ്യമാണ്. ശരീരത്തിലെ വായിലൂടെയാണല്ലോ നമ്മൾ ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കുക. പക്ഷെ പ്രേതത്തിന് സ്ഥൂല ശരീരം ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സാധിക്കില്ല. എന്നാൽ വിശപ്പും ദാഹമൊക്കെ അതികഠിനമായിട്ടുണ്ടാവും. കാരണം പ്രാണന്റെ വൃത്തിയാണ് വിശപ്പും ദാഹവും ഉണ്ടാക്കുക. സൂക്ഷ്മ ശരീരത്തിൽ പ്രാണനുള്ളത് കൊണ്ട് ആ വിശപ്പും ദാഹമൊക്കെ അതികഠിനമായിട്ടുണ്ടാവും. വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. കാരണം എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു, അത് ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള പരിണത ഫലമാണ്. ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരുന്നതാണ് ഗതികിട്ടാ പ്രേതം എന്ന് പറയുന്നത്. അന്ന് ഗതികിട്ടാത്ത പ്രേതമായിട്ടിരിക്കുകയാണ്, വല്ലാതെ വിഷമിക്കുന്നുണ്ട്. തന്നെ ഈ പരിതാപാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നീയല്ലാതെ വേറെ ആരും എനിക്കില്ല. അതുകൊണ്ട് തനിക്ക് ഒരു സദ്ഗതി വരുത്തി തരണം, തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത് ദുന്ദുകാരി. ഗോകർണൻ ആലോചനാമഗ്നനായി തീർന്നു. എന്താ ഈ കഥ എന്ന് പറഞ്ഞു. കാരണം ഈ ദുന്ദുകാരിയുടെ അവസ്ഥ കേട്ട് ഗോകർണന് തന്നെ വലിയ വിഷമം തോന്നി. മഹാപ്രേതത്തിൻ്റെ അവസ്ഥ പ്രേതം തന്നെ പറയുകയാണല്ലോ. മാത്രമല്ല അദ്ദേഹം തൻ്റെ കുറ്റബോധം കൊണ്ട് പറയുന്നുണ്ട്, താൻ ചെയ്തു കൂട്ടിയതായിട്ടുള്ള ദുഷ്കർമ്മങ്ങളെ മുഴുവൻ എണ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ എല്ലാവരും തന്നോടത് എല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും താൻ ഇതൊക്കെ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ പരിണത ഫലമാണ് താൻ ഈ അനുഭവിക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഗോകർണൻ ചോദിക്കുന്നത്, തനിക്ക് സദ്ഗതി കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ ഞാൻ ഗയാശ്രാദ്ധം ഊട്ടിയത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടും ഗതി കിട്ടിയില്ലേ എന്നാണ് ഗോകർണൻ ചോദിക്കുന്നത്. അത് കേട്ടതായിട്ടുള്ള ആ പ്രേതം പറഞ്ഞു, ഞാൻ ചെയ്ത മഹാപാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്തെല്ലാം പാപങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് എണ്ണിയാൽ തീരില്ല. ചെറുതും വലുതും അത്രയും വലിയ മഹാപാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗോകർണ, ഒന്നല്ല 100 ഗയാശ്രാദ്ധം ചെയ്താൽ പോലും എനിക്ക് പെട്ടെന്നൊന്നും മോചനം കിട്ടില്ല. അത്രയും മഹാപാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രേതാവസ്ഥയിലുള്ള പീഡ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മഹാദുഃഖമാണ്. ഇത് അനുഭവിക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് നോക്കൂ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഈ മഹാപ്രേതം ഗോകർണൻ്റെ മുമ്പിൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. തൻ്റെ സഹോദരൻ ഇത്രയും വലിയൊരു ദുഃഖത്തിൽ കിടന്ന് ഇങ്ങനെ ഏങ്ങലടിച്ച് അതിവിവശനായിട്ട് കരയുന്നത് കണ്ടതായിട്ടുള്ള ഗോകർണനും വലിയ സങ്കടം തോന്നി. എത്രയൊക്കെയാണെങ്കിലും തൻ്റെ സഹോദരനാണല്ലോ. എങ്ങനെയെങ്കിലും ഇയാൾക്ക് ഒരു സദ്ഗതി ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് ഗോകർണൻ തീരുമാനിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താണെങ്കിലും ശരി, ഗയാശ്രാദ്ധം കൊണ്ടും ഗതി കിട്ടിയില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിക്കണം. ഒരു കാര്യം ചെയ്യാം, താൻ ഇന്നു പോകൂ. ഞാൻ ഇത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ട് നാളെ നമുക്കൊരു വഴി കണ്ടെത്താം. നീ ഇപ്പോൾ യഥാസ്ഥാനത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് പ്രേതത്തെ അവിടുന്ന് പറഞ്ഞയച്ച് ഈ ഗോകർണൻ യഥാസ്ഥാനത്ത് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ നോക്കൂ, ദിവസവും നാമജപാതി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ശാസ്ത്ര പാണ്ഡിത്യമുള്ളതായിട്ടുള്ള ഗോകർണന് ഒരു മഹാപ്രേതത്തെ കണ്ടിട്ടും ഭയമല്ല ഉണ്ടായത്. നമ്മളൊക്കെ ഒരു ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി ഒരു പ്രേതം വീട്ടിൻ്റെ ഉമ്മർത്ത് വന്ന് അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ഞാൻ വലിയൊരു പ്രേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ദിവസവും ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ ഈശ്വര നാമം ജപിക്കുന്ന ഒരാളെ
പ്രേതത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭൂതപ്രേതാദികളൊന്നും അവരെ, നാമം ജപിക്കുന്നവരെ ഒന്നും ചെയ്യില്ല. അവർക്ക് ഭയപ്പെടുത്താൻ സാധിക്കില്ല. അവരെ സഹായിക്കാൻ സാധിക്കും. അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതല്ല വാസ്തവത്തിൽ. അപ്പോൾ യക്ഷികളാണെങ്കിലും അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള എന്താണെങ്കിലും ദിവസവും നാമം ജപിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോലും അവർക്ക് വരാൻ സാധിക്കില്ല. മാത്രമല്ല, അവർക്ക് അവരുടേതായ ആ ദുരിതത്തിൽ നിന്ന്, ആ ക്ലേശത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും സാധിക്കും. അതാണല്ലോ നമ്മൾ ഗോകർണൻ്റെ കഥയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ദിവസവും മുടങ്ങാതെ രാവിലെയോ വൈകുന്നേരമോ കുറച്ചെങ്കിലും ഈശ്വരനാമമൊക്കെ ജപിക്കണം എന്ന് പറയുന്നത്. അത് ചെയ്യാത്ത ആളുകൾക്കാണ് ഈ ഭയവും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഏതാണെങ്കിലും നാളെ പറയാമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളും നമുക്ക് നാളെ കേൾക്കാം. ഹരി ഓം.